നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ജോ ബൈഡൻ അല്ല ഡൊണാൾഡ് ട്രംപ്, പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യും. ഗസ ഇടിച്ചു നിരത്തുമെന്ന് പറഞ്ഞാൽ ഇടിച്ചു നിരത്തിയിരിക്കും. താൻ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഒരു വശത്ത് ഡൊണാൾഡ് ട്രംപ്. മറുവശത്തിത ഹമാസിന് അന്ത്യശാസനവും നൽകിയിരിക്കുന്നു. ബന്ദിക്കരാർ ഇസ്രയേൽ ലംഘിച്ചുവെന്നും അതുകൊണ്ട് തന്നെ ബന്ദികളെ ഇനി വിട്ടയക്കില്ല എന്നുമാണ് ഇക്കഴിഞ്ഞ ദിവസം ഹമാസ് പ്രഖ്യാപിച്ചത്. അതിനു മറുപടിയുമായി ട്രംപ് രംഗത്തിറങ്ങി. ശനിയാഴ്ച രാത്രി 12 മണി വരെ ബന്ദികളെ മുഴുവൻ വിട്ടയക്കാൻ ഹമാസിന് ട്രംപ് അനുവദിച്ചിരിക്കുന്ന സമയം. ശനിയാഴ്ച രാത്രി 12 മണിക്ക് മുൻപ് ബന്ദികളെ വിട്ടയച്ചില്ല എങ്കിൽ ഇനി ഗസ മുനമ്പ് വീണ്ടും നരകമാക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ശനിയാഴ്ച രാത്രി 12 മണിക്കുള്ളിൽ മുഴുവൻ ബന്ദികളെയും ഹമാസ് വിട്ടയക്കണം, അല്ലാത്തപക്ഷം വീണ്ടും ആക്രമണം തുടങ്ങുമെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ഇസ്രയേൽ ഹമാസുമായി ഏർപ്പെടുത്തിയ വെടിനിർത്തൽ കരാർ റദ്ദു ചെയ്യാൻ താൻ ആവശ്യപ്പെടുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ജനുവരി 19 പ്രാബല്യത്തിൽ വന്ന 6 ആഴ്ച വെടിനിർത്തൽ കരാറിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയാണ് ഹമാസ് ഇനി ബന്ദികളെ വിട്ടയക്കില്ല എന്ന് പ്രഖ്യാപനം നടത്തിയത്. അത് പക്ഷേ ഹമാസിന് തന്നെ വലിയ വീഴ്ചയ്ക്ക് വഴിവെക്കുന്നു. മധ്യപൂർവ്വദേശ വിഷയത്തിൽ US പ്രസിഡന്റ് വീണ്ടും ശക്തമായി ഇടപെട്ടിരിക്കുന്നു. ഹമാസിന്റെ പ്രഖ്യാപനത്തെയും നീക്കത്തെയും ഒക്കെ ഭയാനകമെന്നാണ് ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചത്. ഇത് ഹമാസിനുള്ള നരകം തീർക്കലാണ്. ശേഷിക്കുന്ന എല്ലാ ബന്ദികളെയും വിട്ടയക്കണം, നമുക്കവരെയെല്ലാം തിരികെ വേണം. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. ഇസ്രയേലിന് ഇനി വേണ്ടത് ചെയ്യാം. പക്ഷേ എൻ്റെ തീരുമാനം ഇതാണ്: ശനിയാഴ്ച രാത്രി 12 മണിക്ക് മുൻപ് നമ്മുടെ ബന്ദികൾ ഇസ്രയേലിലെത്തിയിരിക്കണം. താൻ നിർദ്ദേശിച്ച സമയപരിധിയെക്കുറിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി താൻ സംസാരിക്കുമെന്ന് ട്രംപ് പറഞ്ഞു. താൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഹമാസിന് വ്യക്തമായി അറിയാം. വെടിനിർത്തലിന് ശേഷം US സേനയുടെ സാധ്യത ആ മേഖലയിൽ ഉണ്ടാകുമോ എന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനും ട്രംപിന് ഉത്തരമുണ്ട്. എന്തു സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഗസ അമേരിക്ക വാങ്ങുമെന്നും അത് അമേരിക്ക സ്വന്തമാക്കുമെന്നും വീണ്ടും ട്രംപ് ആവർത്തിക്കുന്നു. ഗസ ഇടിച്ചു നിരത്തപ്പെട്ട ഇടമാണ്. അവശേഷിക്കുന്ന ഭാഗം പൂർണ്ണമായി ഇനി ഞങ്ങൾ നിരത്തും. അവിടെ ഇനി ഹമാസ് അടക്കം ആരുമുണ്ടാകില്ല. ഗസ ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് സ്ഥലമാണ്. US അത് സ്വന്തമാക്കും. ഗസ മുനമ്പിന്റെ ഭാഗങ്ങൾ പുനർനിർമ്മിക്കാൻ മധ്യപൂർവ്വദേശത്തെ മറ്റു സമ്പന്ന അറബ് രാജ്യങ്ങളെ US അനുവദിക്കും. എന്നാൽ ഹമാസിന്റെ മടങ്ങിവരവ് ഒരിക്കലും ഇനി ആ മേഖലയിൽ അനുവദിക്കില്ല. ഗസയിലെ 20 ലക്ഷത്തിലേറെ വരുന്ന പലസ്തീൻകാർ ആ മേഖലയിൽ നിന്ന് ഒഴിയണമെന്ന വാദം വീണ്ടും ആവർത്തിക്കുകയാണ് ട്രംപ്. കുറച്ച് പാലസ്തീൻകാരെ അമേരിക്ക സ്വീകരിക്കാൻ ഒരുക്കമാണ് എന്നും ട്രംപ് പറയുന്നു. ഇസ്രയേൽ ബന്ദികളുടെ അടുത്ത മോചനം ശനിയാഴ്ചയായിരുന്നു നേരത്തെ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഇനി ഒരറിയിപ്പുണ്ടാകുന്നതുവരെ ബന്ദിമോചനം വൈകിപ്പിക്കുന്നതായി ഹമാസ് പ്രഖ്യാപനം നടത്തിയിരുന്നു. ഇതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ മുന്നറിയിപ്പ്. ഓവൽ ഓഫീസിൽ നടന്ന തന്റെ മീഡിയ ബ്രീഫിംഗിൽ കൃത്യമായി ട്രംപ് ഇസ്രയേൽ വിഷയം പ്രതിപാദിച്ചു. മോചിപ്പിക്കപ്പെട്ട 3 പുരുഷ ബന്ദികളുടെയും ശാരീരിക അവസ്ഥയിൽ അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു. അവർ അനുഭവിച്ച മാനസിക പീഡനത്തിലും ട്രംപ് നിരാശ പ്രകടിപ്പിച്ചു. കഴിഞ്ഞ 2 ദിവസമായി ആ ബന്ദികളെ ഞാൻ നിരീക്ഷിക്കുകയായിരുന്നു. അവർ അധികകാലം ജീവിച്ചിരിക്കില്ല. കരാറിന്റെ ആദ്യഘട്ടത്തിൽ ഹമാസ് ഇതുവരെ 16 ഇസ്രയേലികളെ മോചിപ്പിച്ചിരുന്നു. പകരം ഇസ്രയേൽ 100 കണക്കിന് പലസ്തീൻ സുരക്ഷാ തടവുകാരെയും മോചിപ്പിച്ചു. ഒക്ടോബർ 7 നടന്ന തീവ്രവാദ ആക്രമണത്തിൽ അന്ന് ഹമാസ് തട്ടിക്കൊണ്ടുപോയ 251 പേരിൽ 73 പേർ ഇപ്പോഴും ഗാസയിൽ അവശേഷിക്കുന്നു. ഇവരിൽ എത്ര പേർ ജീവനോടെയുണ്ട് എന്ന ആശങ്ക തന്നെയാണ് ഇസ്രയേലികൾക്കിപ്പോൾ ശക്തം. ഒരുപക്ഷെ അധികം ആളുകൾ ജീവനോടെ ഇരിപ്പുണ്ടാകില്ല. അതാകാം ഹമാസിന്റെ ഇപ്പോഴത്തെ ചില പ്രഖ്യാപനങ്ങൾക്ക് കാരണം. കരാറിന്റെ ആദ്യഘട്ടത്തിൽ 33 ബന്ദികളെ വിട്ടയക്കാനായിരുന്നു പദ്ധതി. ഗസയിൽ നിന്ന് മാറ്റാൻ ആഗ്രഹിക്കുന്ന പലസ്തീൻകാരെ ജോർദാനും ഈജിപ്തുമൊന്നും സ്വീകരിക്കാൻ തയ്യാറായില്ല എങ്കിൽ ആ രാജ്യങ്ങൾക്കുള്ള സഹായം താൻ നിർത്തിവെക്കും എന്ന് ട്രംപ് പറഞ്ഞു. ഈജിപ്തും ജോർദാനും ഇസ്രയേലിന്റെ ദീർഘകാല സുരക്ഷാ പങ്കാളികളാണ്. അമേരിക്കയുടെ പ്രതിരോധ സാമ്പത്തിക പിന്തുണയാണ് അവർ വളരെയധികം ആശ്രയിക്കുന്നത്. തന്റെ നിർദ്ദേശം അവർ അംഗീകരിച്ചില്ല എങ്കിൽ അവർക്കുള്ള സഹായം നിർത്തിവെക്കാൻ അമേരിക്ക ഒരുങ്ങുന്നുവെന്നാണ് ട്രംപ് പറഞ്ഞത്. എല്ലാ പലസ്തീനികളും ഗാസ വിട്ട് മറ്റ് രാജ്യങ്ങളിൽ സ്ഥിരതാമസമാക്കണമെന്ന് വീണ്ടും ട്രംപ് ആവശ്യപ്പെട്ടു. യുദ്ധത്തിൽ തകർന്ന പ്രദേശം പുനർവികസിപ്പിക്കാനുള്ള തന്റെ നിർദ്ദേശപ്രകാരം പലസ്തീനികളെ ഇനി ഗാസ മുനമ്പിലേക്ക് മടങ്ങാൻ അനുവദിക്കില്ല. ജോർദാനുമായും ഈജിപ്തുമായും ഒരു കരാറിൽ എത്താൻ തനിക്ക് കഴിയുമെന്നാണ് ട്രംപ് പറയുന്നത്.
പലസ്തീനികളെ തിരിച്ചെടുക്കാൻ അമേരിക്ക 2 രാജ്യങ്ങൾക്കും പ്രതിവർഷം കോടിക്കണക്കിന് ഡോളർ നൽകുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. പലസ്തീനികൾക്ക് ഗസയിലേക്ക് മടങ്ങാൻ അവകാശമുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ട്രംപിന്റെ മറുപടി: ഇല്ല, അവർ അങ്ങനെ ചെയ്യില്ല. കാരണം അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട പാർപ്പിടങ്ങൾ ലഭിക്കാൻ പോകുന്നു. മധ്യേഷ്യയിലെ റിവിയേരിയായി ഗസ മുനമ്പിനെ മാറ്റുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം ആദ്യം അമ്പരപ്പോടെയാണ് ലോകം കേട്ടിരുന്നത്. എങ്കിലും ഇപ്പോൾ ഏറെക്കുറെ ലോകം അംഗീകരിച്ച മട്ടാണ്. ശക്തമായ നടപടികളുമായി ഓരോ ദിവസവും മുന്നോട്ട് നീങ്ങുന്ന ട്രംപ് താൻ പറഞ്ഞതൊന്നും വെറുതെയല്ല എന്ന് ട്രംപ് പ്രവർത്തനങ്ങളിലൂടെ തെളിയിച്ചു കൊടുക്കുന്നു. പലസ്തീനികളെ മറ്റ് രാജ്യങ്ങളിലേക്ക് അഭയാർത്ഥികളായി സ്വീകരിക്കാനുള്ള പദ്ധതിയെ ആദ്യം മറ്റ് അറബ് രാജ്യങ്ങൾ തള്ളിപ്പറഞ്ഞിരുന്നു. എന്നാൽ ട്രംപിന്റെ ഈ പദ്ധതി ഇപ്പോൾ കൂടുതൽ സ്വീകാര്യതയോടെ ചില രാജ്യങ്ങൾ ചർച്ച ചെയ്തു തുടങ്ങി. ഈ ആഴ്ച അവസാനം മിഡിൽ ഈസ്റ്റിലേക്കുള്ള തന്റെ ആദ്യ സന്ദർശനത്തിന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പുറപ്പെടുന്നു. ഗസ മുനമ്പിന്റെ പുനർനിർമ്മാണ വേളയിൽ ഈ ഇടക്കാലത്ത് മറ്റെവിടേക്കെങ്കിലും പലസ്തീനികൾ മാറി താമസിക്കേണ്ടി വരുമെന്നാണ് റൂബിയോയും ആവർത്തിക്കുന്നത്. തിങ്കളാഴ്ച വാഷിംഗ്ടണിൽ വെച്ച് ഈജിപ്ത് വിദേശകാര്യമന്ത്രി ബദർ അദ്ലാറ്റിയുമായി റൂബിയോ കൂടിക്കാഴ്ച നടത്തി. ട്രംപിന്റെ പദ്ധതി നിരസിക്കുന്നുവെന്നാൽ പലസ്തീനികളെ അറബ് രാജ്യങ്ങൾ സ്വീകരിക്കില്ല എന്നതാണ് അർത്ഥമെന്നാണ് റൂബിയോ വിശേഷിപ്പിച്ചത്. ഏറ്റവും സങ്കീർണമായ ഘട്ടത്തിലൂടെ മധ്യപൂർവ്വദേശത്തെ ഈ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഓരോ ദിവസവും വിവാദങ്ങളായി ആളിക്കത്തുന്നു. എന്നാൽ ഹമാസ് ഇപ്പോൾ നരകത്തിന് മുന്നിലാണ് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകളിലൂടെ നമ്മൾ തിരിച്ചറിയുന്നു. ശനിയാഴ്ച വരെയാണ് അവർക്ക് അനുവദിക്കപ്പെട്ട സമയം. മുഴുവൻ ബന്ദികളെയും വിട്ടയക്കണം എന്ന ട്രംപിന്റെ അന്ത്യശാസനം. ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ അമേരിക്കൻ സൈനികരെ മേഖലയിലേക്ക് അയക്കാനുള്ള സാധ്യതയാണ് യുദ്ധ നിരീക്ഷകരും രാഷ്ട്രീയ നിരീക്ഷകരുമൊക്കെ കൂടുതൽ കൽപ്പിക്കുന്നത്. മധ്യപൂർവ്വദേശത്ത് അമേരിക്ക തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഗസ മുനമ്പ് സ്വന്തമാക്കുക മാത്രമല്ല, മധ്യേഷ്യയിൽ തങ്ങളുടെ സ്ഥിരതാവളം ഇനി കൂടുതൽ ശക്തമാക്കാനും ട്രംപ് ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഹമാസിനും പലസ്തീനികൾക്കുമൊക്കെ നേരത്തെ ഇത്തിരിയെങ്കിലും ആശ്വാസം ലഭിച്ചിരുന്നത് ജോ ബൈഡൻ ഭരണകൂടത്തിന്റെ കാലത്തായിരുന്നു. ഗസയിലെ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ പലപ്പോഴും ജോ ബൈഡൻ എടുത്തുകാട്ടിയിരുന്നു. എന്നാൽ ട്രംപ് അത്തരം മനുഷ്യാവകാശങ്ങൾക്ക് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. ഹമാസ് തങ്ങളുടെ ഭീകര സംഘടനയ്ക്ക് ഏതെങ്കിലും തലത്തിലുള്ള മേൽക്കൈ ഗസ മുനമ്പിലുണ്ടോ എന്ന് പരിശോധിക്കുകയാണിപ്പോൾ. ഓരോ ബന്ദികളെയും വിട്ടയക്കുമ്പോൾ ഹമാസിന്റെ യൂണിഫോമിൽ തോക്കുധാരികളായി പ്രത്യക്ഷപ്പെട്ടിരുന്ന ഹമാസ് പോരാളികൾ ഗസയിൽ തങ്ങൾ വിജയിച്ചു എന്ന് ഗസ മുനമ്പിലെ പലസ്തീനികളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് തുടർച്ചയായി ഹമാസ് നടത്തിയത്. ഇറാനിയൻ പരമോന്നത നേതാവ് അലി ഖമനേയുമായി ഇക്കഴിഞ്ഞയാഴ്ച ഹമാസ് പ്രതിനിധികൾ ഒരു ചർച്ച നടത്തിയിരുന്നു. ടെഹ്റാനിലെത്തി ഹമാസ് പ്രതിനിധി സംഘമാണ് വിശദമായ ഒരു ചർച്ച സംഘടിപ്പിച്ചത്. ഹമാസ് വ്യക്തമായും വ്യത്യസ്ത ഓപ്ഷനുകൾ ഇപ്പോൾ പരിഗണിക്കുന്നുണ്ട്. ബന്ദിക്കരാറുമായി ഇസ്രായേൽ മുന്നോട്ടു പോയാൽ ആത്യന്തികമായി അത് ഇസ്രായേലിന്റെ വിജയമാകുമെന്ന് ഹമാസ് തിരിച്ചറിയുന്നു. ബന്ദിക്കരാറിനെ തകർക്കുക തന്നെയാണ് ഹമാസിന്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് ബന്ദിക്കരാർ വ്യവസ്ഥകളിൽ നിന്ന് ഇസ്രായേൽ പിന്നോട്ടു പോയി എന്ന് ഹമാസ് പറയുകയും ബന്ദികളെ വിട്ടയക്കില്ല എന്ന് ശാഠ്യം പിടിക്കുകയും ചെയ്യുന്നത്. തെക്ക് നിന്ന് വടക്കോട്ട് കുടിയിറക്കപ്പെട്ട പലസ്തീനികളെ ഇപ്പോൾ തിരിച്ചയക്കുന്നതിൽ കാലതാമസം നേരിട്ടുവെന്നും അവർ കടന്നുപോകുമ്പോൾ വെടിയുണ്ടകളുടെ ഭീഷണി നേരിടേണ്ടി വരുന്നുവെന്നും ഹമാസ് പറയുന്നു. മാനുഷിക സഹായത്തിൽ വലിയ കാലതാമസം നേരിടുന്നു. എന്നാൽ ഹമാസ് ബന്ദികളെ മോശമായി പരിഗണിച്ചുവെന്നതാണ് ഇപ്പോൾ ഇസ്രായേൽ ഉയർത്തുന്ന മുഖ്യ ആരോപണം. വിട്ടയക്കപ്പെട്ട ബന്ദികൾക്ക് ചുറ്റും ഹമാസുകാർ കൂട്ടത്തോടെ തടിച്ചുകൂടി അവരെ പരേഡ് ചെയ്തു. ബന്ദികളെ അപമാനിക്കാൻ ഒരു നാടകമായി അവർ ഈ വിട്ടയക്കൽ മാർഗം അവലംബിക്കുന്നു. ഗസ നിവാസികൾ ഇനിയൊരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഗസ നിവാസികളിൽ നിന്ന് ഹമാസ് പൂർണ്ണമായി ഒറ്റപ്പെടും എന്ന പ്രതീക്ഷയാണ് ഇസ്രായേലിന്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ആഴ്ച ജോർദാനിയൻ രാജാവ് അബ്ദുള്ള രണ്ടാമനെ കാണുന്നുണ്ട്. ഇക്കാര്യം ഹമാസിനും അറിയാം. ട്രംപിന്റെ ഗാസ പദ്ധതി അവർ സൂക്ഷ്മമായി ചർച്ച ചെയ്യും. ഗസ വാങ്ങാനും വിൽക്കാനുമുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് കഷ്ണമല്ല, അത് നമ്മുടെ അധിനിവേശ പലസ്തീൻ ഭൂമിയുടെ അവിഭാജ്യ ഘടകമാണ്. ഗസ അവിടുത്തെ ജനങ്ങളുടേതാണ്. അവർ അത് ഉപേക്ഷിക്കില്ല എന്ന് ഹമാസ് ആവർത്തിക്കുന്നു. വല്ലാത്ത അഗ്നിപരീക്ഷയിലൂടെയാണ് ഇപ്പോൾ ഹമാസ് കടന്നു പോകുന്നത്. ശനിയാഴ്ച ബന്ദികളെ വിട്ടയക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ അമേരിക്കൻ സൈനികരുൾപ്പെടെ മേഖലയിലെത്തുമോ? ട്രംപ് തന്റെ വാക്ക് പാലിക്കുമെന്നുറപ്പാണ്. ഇതുവരെ അമേരിക്കൻ പ്രസിഡന്റിൽ നിന്ന് നമ്മൾ കണ്ടതും അതുതന്നെ. ഹമാസിനെ നരകത്തിലേക്ക് തള്ളിവിടുന്ന ഏറ്റവും ക്രൂരമായ യുദ്ധം അത് ഞായറാഴ്ച പുനരാരംഭിക്കുമോ? അങ്ങനെയെങ്കിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലപാടെന്ത്? ട്രംപിന്റെ വാക്കുകൾക്ക് മുൻപിൽ എന്ത് തീരുമാനമെടുക്കും ഹമാസ്? കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.